KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് കെ സുധാകരൻ്റെ പിന്തുണ ലഭിച്ചതോടെ അവർ വലിയ ആവേശത്തിലാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വരാൻ കാത്തിരുന്ന സമയത്ത് ഒട്ടനവധി ചർച്ചകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. LDF നേടുമെന്നും UDF തരംഗം വരുമെന്നും BJP നില മെച്ചപ്പെടുത്തുമെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ പലരുടെയും നെഞ്ചു പിടക്കുന്നതിനെക്കുറിച്ചും വാർത്തകൾ നിരവധി വന്നു കേരളത്തിൽ. അതിലൊരു വാർത്തയായിരുന്നു നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ തെരുവീതികളിൽ പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച സന്ദീപ് എന്ന പോലീസുകാരനെ കുറിച്ചുള്ള വാർത്ത. പിണറായി വിജയൻ എന്നും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി പ്രതിഷേധിച്ചവരെയെല്ലാം കൊല്ലാനായിരുന്നു ഈ ക്രിമിനൽ സ്വഭാവമുണ്ടെന്ന് തോന്നിക്കുന്ന ഈ പോലീസുകാരൻ്റെ പ്രവർത്തനം മുഴുവൻ. അത് കേരളം ഒന്നടങ്കം പ്രതിഷേധിച്ചൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വരെ അതിൻ്റെ ദോഷം പിണറായി വിജയന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഭരണം മാറുമെന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയതും അത് മാധ്യമങ്ങളെല്ലാം ശരിവെക്കുകയും ചെയ്തതോടെ ഈ സന്ദീപ് പോലീസിന് അടിമുടി വിറച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞും തൻ്റെ ഈ നരനായാട്ടിനെ പിന്തുണയ്ക്കാൻ ഉണ്ടാകില്ല എന്നുറപ്പായതോടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും കസേരയിൽ നിന്നും എഴുന്നേൽക്കാതെ നിൽക്കുന്ന പിണറായി വിജയൻ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതു പ്രകാരം സന്ദീപ് പോലീസിനെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. എന്നാൽ തല്ലുകൊണ്ടവർക്കെതിരെ വീണ്ടും വീണ്ടും ഇങ്ങനെ കേസും, തല്ലിക്കൊല്ലാനാക്കിയ നരാധമനാണെങ്കിൽ കേസും കൊടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ അങ്ങനെയെങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് കെ സുധാകരൻ തീരുമാനിച്ചതോടെ വിഷയത്തിൻ്റെ കളി മാറി. കുട്ടികളെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ KSU നേതാക്കൾക്ക് പൂർണ്ണ പിന്തുണയുമായി കെ സുധാകരൻ എത്തുകയും ചെയ്തു. നിയമപരമായും വേണ്ടിവന്നാൽ കായികപരമായും പിന്തുണ നൽകുമെന്നാണ് കെ സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. ആവശ്യമായ സഹായങ്ങൾ തൻ്റെ ആളുകൾ നിങ്ങൾക്ക് നൽകുമെന്ന് കെ സുധാകരൻ പറഞ്ഞതോടെ സന്ദീപിൻ്റെ പേടി ഒന്നുകൂടി വർദ്ധിച്ചു. ധൈര്യമായി മുന്നോട്ടു പോകാനാണ് KSU നേതാക്കളോട് കെ സുധാകരൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതും കേസിലെ പ്രതിയായി പിണറായിയുടെ പോലീസ് നിശ്ചയിച്ച സോണി പനന്താനത്തെ സുധാകരൻ നേരിട്ട് വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടാണ് എല്ലാ പിന്തുണയും അറിയിച്ചിരിക്കുന്നത്. കായികപരമായി നേരിടുന്നതിൽ നമുക്കത്ര യോജിപ്പില്ലെങ്കിലും നിയമപരമായി എല്ലാം നോക്കുമെന്ന സുധാകരൻ്റെ നീക്കം തന്നെ വലിയ ആവേശമാണ് യൂത്ത് കോൺഗ്രസുകാർക്കും KSUക്കാർക്കും നൽകുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നിഴലിൽ നിന്ന് കോൺഗ്രസ് കുട്ടികളെ കായികപരമായി നേരിട്ട ഒരു പോലീസുകാരന് പേടി തോന്നിയില്ലെങ്കിലേ ഇനി അതിശയമുള്ളൂ. ഏതായാലും ഭരണം പോകുമെന്നുറപ്പായതോടെ പോലീസുകാരൻ്റെ കാറ്റുപോയി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ സുധാകരൻ കൂടി ഇടപെട്ടതോടെ സംഭവത്തിൻ്റെ ഗതി മാറി. കൊല്ലാൻ വേണ്ടി തല്ലിയ പോലീസുകാരനെ സംരക്ഷിക്കുകയും തല്ലുകൊണ്ടവരെ ഇങ്ങനെ വീണ്ടും വീണ്ടും നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്താൽ കളി മാറും എന്ന സുധാകരൻ്റെ മുന്നറിയിപ്പ് അത് യുവാക്കൾക്ക് കോൺഗ്രസിനുള്ളിൽ സംരക്ഷണമുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയതിന് KSU നേതാക്കൾക്കെതിരെ കേസെടുത്തത് KPCC അടക്കമുള്ള പാർട്ടി നേതൃത്വം കാര്യമായി എടുത്തിട്ടില്ല. എങ്കിലും സുധാകരൻ അതിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഒരു ശക്തി പ്രകടനത്തിന് കൂടി സുധാകരൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെയാണ് മുഖ്യമന്ത്രി പിണറായിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിൻ്റെ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് വിവിധ കോൺഗ്രസ് അനുകൂല സൈബർ സംഘടനകൾക്കെതിരെയാണ് കേസെടുത്തത്. എന്നാൽ ഇപ്പോൾ ആരുമില്ല എന്ന് തോന്നിയ ഇടത്തു നിന്ന് കോൺഗ്രസിൻ്റെ കരുത്തനായ ട്രബിൾ ഷൂട്ടർ സുധാകരൻ ശക്തമായ പിന്തുണയുമായി എത്തിയതോടെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ അന്തം വിട്ടു എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ യുവാക്കൾ കൂടുതൽ കരുത്തരാവുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കുട്ടികൾക്ക് സുധാകരൻ നൽകിയ പിന്തുണയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാ വിശേഷവും ഞാൻ അറിഞ്ഞു. ഒന്നും ഭയപ്പെടേണ്ട, ഒരാശങ്കയും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാ പ്രശ്നത്തെയും നിങ്ങൾക്ക് താങ്ങും തണലും തരാൻ ഞാനുണ്ട്, എന്റെ ആളുകളുമുണ്ട്. നിയമപരമായിട്ടായാലും കായികമായിട്ടായാലും അതിന്റെ പിറകിൽ ഞാൻ ഉണ്ടാകുമെന്ന് വാക്ക് നൽകുന്നു. ആ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഗോ എഹെഡ്. പേരവിളാണ്, കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എന്താ വേദാറാന്ന്? പിന്നെ ആ പേടിയേ വേണ്ട. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ ഇമ്മീഡിയറ്റ് തന്നെ അറിയിക്കുക. ഞാനതിനകത്ത് ഇൻവോൾവ് ആയിക്കോളും. ഒരു വായ്പ